പ്രിയരെ, ഞാനിപ്പോൾ കയറുന്ന ഈ വീടിന് വലിയ പ്രത്യേകതയുണ്ട്. ഈ വീട്ടിൽ നിന്നാണ് ചെറുകുളത്തൂർ ഗ്രാമത്തിൻ്റെ നേത്ര വെളിച്ച വിപ്ലവം ആരംഭിക്കുന്നത്. ഈ വീട്ടിൽ മുമ്പ് ഇതൊരു പഴയ വീടായിരുന്നു. ഇവിടെ താമസിച്ചിരുന്ന സഖാവ് VR ചാത്തുക്കുട്ടി മാസ്റ്ററുടെ കണ്ണാണ് ആദ്യമായിട്ട് രണ്ട് മനുഷ്യർക്കായിട്ട് കാഴ്ചകൾ കിട്ടുന്നത്. ആ ഓർമ്മകൾ വിതുമ്പുന്ന ഒരു വീട്ടിലേക്കാണ് ഇന്ന് ഞാൻ വായനശാലയുടെ 57ാം വാർഷികമായിട്ട് ബന്ധപ്പെട്ടിട്ട് പോകുന്നത്. ഇപ്പോൾ ഈ വീട്ടിൽ താമസിക്കുന്നത് ചാത്തുക്കുട്ടി മാഷിൻ്റെ മകൻ അജയനാണ്. അജയനെ നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്തി തരേണ്ട കാര്യം വളരെ അത്യാവശ്യമാണെന്ന് ഞാൻ കരുതുന്നു. അജയേട്ടാ, വായനശാലേൻ്റെ എന്ത് പ്രവർത്തനം തുടങ്ങുമ്പോഴും ഈ സത്യത്തിൽ ഈ വീട്ടിൽ നിന്ന് തുടങ്ങുക എന്നുള്ളതിന് ഒരു പ്രത്യേകതയുണ്ട്. അജയേട്ടൻ്റെ അച്ഛൻ വായനശാലയായിട്ട് അധികം പ്രവർത്തിച്ചിരുന്ന ആളാണ്. അതുപോലെ തന്നെ നേത്രദാന ഗ്രാമത്തിൻ്റെ തുടക്കം കൊണ്ട് ആദ്യത്തെ കണ്ണുകൾ നൽകിയിട്ടുള്ളത് അജയേട്ടൻ്റെ അച്ഛൻ്റെയാണ്. ആ സമയത്ത് കണ്ണുകൾ നൽകുന്നതിന് അജയേട്ടൻ കാണിച്ചുള്ള ആ വിൽ പവർ ഇന്ന് നോക്കുമ്പോൾ വളരെ പ്രധാനപ്പെട്ട. കാരണം ഇന്ന് പോലും പല ആളുകളും ഇങ്ങനത്തെ കാര്യങ്ങൾക്ക് ചെയ്യാൻ തോന്നില്ല. അന്നത്തെ ആ ഒരു സമയത്ത് അങ്ങനെ കണ്ണുകൾ നൽകാൻ അജയേട്ടന് അതിൽ ഉറച്ചു നിൽക്കാൻ അജയേട്ടന് ധൈര്യം കിട്ടിയത് എന്താ? ഞാൻ ആദ്യമായിട്ട് ഈ വായനശാലയുടെ 57ാം വാർഷികാഘോഷത്തിന് എല്ലാ ഭാവങ്ങളും നേടി അഭിവാദ്യങ്ങൾ അർപ്പിക്കും. ഈ വായനശാലയുടെ ആദ്യകാല ആശയ പ്രവർത്തകന്മാരിൽ ഒരാൾ കൂടിയാണ് പരതനായ എൻ്റെ അച്ഛൻ VR ചാത്തുക്കുട്ടി മാസ്റ്റർ. ആ കാലഘട്ടത്തിൽ അവരുടെ സാമൂഹ്യ പ്രവർത്തന കാലഘട്ടത്തിൽ തന്നെ അത്ര ആശയങ്ങൾ ഉയർന്നു വന്നതാണ്. പിൽക്കാലത്താണ്, ആദ്യകാലത്ത് അവിടെ കലാസമിതിയൊക്കെ ഉണ്ടായിരുന്നു. പിൽക്കാലത്താണ് അത് വായനശാല എന്ന രൂപത്തിൽ സഖാവ് KP ഗോവിന്ദൻകുട്ടി എന്ന സഖാവിൻ്റെ മരണത്തോടനുബന്ധിച്ച് സഖാവിൻ്റെ ഓർമ്മയ്ക്ക് അവരോ കൂടി ഉൾപ്പെടെ നടത്തിയുള്ള സാമൂഹിക പ്രവർത്തന മേഖല എന്ന നിലയ്ക്ക് സഖാവിൻ്റെ പേരുകൂടി എന്നോട് അന്വർത്ഥമാക്കുന്ന രീതിയിൽ, അല്ലെങ്കിൽ ആ സഖാവിനെ ഓർമ്മിക്കുക എന്നതിൻ്റെ പ്രദേശത്തിൻ്റെ ഒരു വികാരം എന്ന നിലയ്ക്കാണ് അതിൻ്റെ പ്രവർത്തകർ KP ഗോവിന്ദൻകുട്ടി സ്മാരക വായനശാല എന്ന നാമകരണം ചെയ്തിട്ടുള്ളത്. അത് ആ വായനശാല ഒരുപാട് നല്ല കാര്യങ്ങൾ, സാമൂഹ്യമായ പ്രതിബദ്ധതാ ബോധത്തോടു കൂടി തന്നെ ഒരുപാട് നല്ല കാര്യങ്ങൾ ഏറ്റെടുത്ത് പ്രവർത്തനം നടത്തിയിട്ടത്. അതിന്ന് രൂപപ്പെട്ടു വന്നതാണ് ഒരാശയമാണ് നേത്രദാനം എന്നത്. നേത്രദാനം എന്ന ആശയം രൂപപ്പെടുത്തി വന്നെങ്കിൽ അതിന് ആവശ്യമായ പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ തന്നെ ആശങ്കാകുലരാണ് അതിലെ പ്രവർത്തകർ. എത്രത്തോളം പ്രാവർത്തികമാക്കാൻ വേണ്ടി കഴിയുമെന്നതിനെ സംബന്ധിച്ചൊക്കെ പ്രയാസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ പ്രഥമമായ ആലോചനാ യോഗം നേത്രദാനം വിദഗ്ധനായ ഡോക്ടർ, പേര് ഞാൻ മറന്നുപോയി, മെഡിക്കൽ കോളേജിൽ വിദഗ്ധനായ ഡോക്ടർ സാന്നിധ്യത്തിൽ അദ്ദേഹം ക്ലാസ് എടുത്തുകൊണ്ടൊരു യോഗം, ഒരു ജനബോഡി അല്ലെങ്കിൽ ഒരു പ്രദേശത്തിലെ ആളെയൊക്കെ കൂടെ കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് ഒരു ആലോചന യോഗം സ്കൂൾ വെച്ച് നടന്നിരുന്നു. ചെറുത്തുള്ളി ഈസ്റ്റ് LP സ്കൂൾ വെച്ച് നടന്നിരുന്നു. ആ യോഗത്തിൻ്റെ അധ്യക്ഷനായിട്ട് വന്നുള്ളത് സ്വാഭാവികമായിട്ട് വായനശാല എൻ്റെ പ്രവർത്തകന്മാരും അച്ഛനെയാണ് അധ്യക്ഷനായി ക്ഷണിച്ചത്. അങ്ങനെ അതിൽ ആലോചിച്ച് നേത്രദാനം നടത്തുക, അതിനൊരു ആശയപ്രചരണം നടത്തുക എന്നുള്ള നിലയ്ക്കുള്ള പ്രവർത്തനമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഏറെക്കുറെ 2 മാസം ആയിട്ടില്ല എന്നാണ് തോന്നുന്നത്. മെയ് മാസം അവസാനത്തിലോ ജൂൺ ആദ്യത്തിലോ ആണ് ഈ യോഗം നടന്നുള്ളത്. ആ വർഷം തന്നെ ജൂലൈ 8-ന് സുപ്രഭാതത്തിലാണ് അച്ഛൻ്റെ ആകസ്മികമായ മരണം എന്ന് പറഞ്ഞത്. അന്ന് ആ യോഗത്തിൽ വന്ന ആളുകൾ തന്നെ കുറേ ആളുകൾ അന്ന് ഒപ്പിട്ട് കൊടുത്ത സമ്മതപത്രം, അതിൽ അച്ഛനും ഉൾപ്പെട്ടിരുന്നു. അപ്പോൾ ആദ്യത്തെ ഒരു പ്രവർത്തനം എന്ന നിലയ്ക്ക് എല്ലാവർക്കും ആശങ്ക ഉണ്ടായിരുന്നത് പിന്നെ അച്ഛൻ്റെ പ്രതീക്ഷിത മരണമായതുകൊണ്ട് അച്ഛൻ എപ്പോൾ മരിച്ച് എങ്ങനെ സമയം കൃത്യമായി നിർണ്ണയിക്കാൻ കഴിയാത്തൊരു പ്രയാസം ഉണ്ടായിരുന്നു. എന്നിരുന്നാലും അവർ പ്രവർത്തകർ മെഡിക്കൽ കോളേജിനെ ബന്ധപ്പെടുകയും മെഡിക്കൽ കോളേജിൻ്റെ ഉത്തരവാദപ്പെട്ട ആളുകൾ കണ്ണെടുക്കാനുള്ള ആവശ്യമായ സജ്ജീകരണത്തോട് വീട്ടിൽ വരികയും എന്നോട് മൂത്തമകൻ എന്ന നിലയ്ക്ക് എന്നോട് സംസാരിച്ചു. അച്ഛൻ അങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്, പക്ഷെ അച്ഛൻ എഴുതി വെച്ചിട്ടുണ്ടെങ്കിലും ഉത്തരവാദപ്പെട്ട ആളുകൾ സമ്മതമില്ലാണ്ട് ഞങ്ങൾക്ക് ബോഡി കണ്ണെടുക്കാൻ വേണ്ടി കഴിയില്ല.
അങ്ങനെ ഞാൻ പറഞ്ഞു അച്ഛൻ എഴുതി വെച്ചത് ഞങ്ങൾ കുടുംബസമേതം എല്ലാവരും എഴുതി വെച്ചതാണ് കണ്ണ് ദാനം ചെയ്യാന്നുള്ളത്. അതുകൊണ്ട് യാതൊരു പ്രയാസവും പ്രശ്നമൊന്നുമില്ല. വീട്ടിൽ ഞങ്ങളെല്ലാവരും താമസിക്കും, എല്ലാവരും എടുക്കുന്നതാണ്. പിന്നെ അന്ന് ഒരു പ്രശ്നങ്ങളുണ്ടായി. കണ്ണ് എടുക്കുക എന്ന് പറഞ്ഞാൽ കണ്ണ് ഒന്നായിട്ട് ചുവന്ന് എടുക്കുമോ, കണ്ണിൻ്റെ ഒരു ഭാഗം കട്ട് ചെയ്ത് കൊണ്ടുപോകാണോ, അതല്ല ഏത് രൂപത്തിലാണെന്നല്ല എല്ലാവർക്കും ആശങ്കയുണ്ട്. എല്ലാവർക്കും വായനശാലയുടെ പ്രവർത്തകർക്കും ഇവിടെ അന്ന് സന്നിധരായിട്ടുള്ള വ്യക്തികൾക്കും കുടുംബാംഗങ്ങൾക്കും ബന്ധുക്കൾക്കും മൊത്തം നാട്ടിൽ തന്നെ ഇതൊരു പ്രഥമ പരിപാടി ആയതുകൊണ്ട് ഇത് എങ്ങനെയെന്നുള്ള ഒരു ആകാംക്ഷാഭരിതരായി നിൽക്കുന്ന നേരത്താണ് പിന്നെ ആളുകളൊക്കെ വളരെ സജീവമായിട്ട് റൂമിൽ പിന്നെ എല്ലാവരെയും പുറത്താക്കി അച്ഛൻ്റെ ഡെഡ് ബോഡിയും ഈ ഉത്തരപാട്ട ആളുകളൊക്കെ കൂടെ മാത്രം നിന്ന് ജനലിൻ്റെ ഉള്ളിൽ കൂടെയൊക്കെ എല്ലാവരും നോക്കി നിൽക്കുന്ന ഒരവസ്ഥയൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഞാൻ പുറത്തുനിന്ന് നോക്കി നിന്നതാണെന്ന് എൻ്റെ ഒരു ഓർമ്മ, എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല. അപ്പോൾ അങ്ങനെ ആ രീതിയിൽ അങ്ങനെയാണ് എടുക്കുക. അതിന് കണ്ണ് ഇത് മാത്രമേ എടുക്കുകയുള്ളൂ എന്നുള്ള രീതിയിൽ മൊത്തം ചൂന്നെടുക്കലല്ല എന്നുള്ളതൊക്കെ മനസ്സിലായപ്പോൾ കുറേ ആളുകൾക്ക് അനുഭവത്തിൻ്റെ ഒരു വെളിച്ചത്തിൽ കുറച്ച് പിന്നെ തെറ്റിദ്ധാരണയൊക്കെ മാറി എന്ന് പറഞ്ഞാൽ അത് ഈ ഇതിൻ്റെ പിൽക്കാലത്തുള്ള പ്രവർത്തകർക്ക് കുറച്ചുകൂടി ആശ്വാസകരമായി എന്നുള്ളത് ഒരു വസ്തുത തന്നെ. ആദ്യത്തിൽ ഉണ്ടായ അവസ്ഥ ഇതാണ്, ഒരു ഘട്ടമാണ് എന്ത് ചെയ്യണമെന്നുള്ളത്. പിന്നെ ഒരു കുടുംബത്തിന്റെ ദൃഢനിശ്ചയം തന്നെയാണ്. അതെ, കുടുംബത്തിന് ദൃഢനിശ്ചയം തന്നെയാണ്. അത് വെച്ചാൽ ആശയപരമായി അച്ഛൻ ഉയർത്തിക്കൊണ്ടുവന്ന ആശയത്തോട് യോജിച്ച് നിൽക്കുന്ന ഒരു കുടുംബം എന്ന നിലയ്ക്ക് അച്ഛൻ മുന്നോട്ട് വെച്ചിട്ടുള്ള അച്ഛൻ റെക്കോർഡ് ചെയ്തിട്ടുള്ള രേഖപ്പെടുത്തിയിട്ടുള്ള ഒരു വിഷയം അത് തട്ടിമറിക്കുന്നത് ശരിയല്ല എന്നുള്ള ഒരു ബോധവും പിന്നെ അച്ഛനിൽ നിന്ന് കിട്ടിയുള്ള ക്ലാസ്സുകളും ഒക്കെ വെച്ച് നോക്കിയിട്ട് അതിനെ പിന്നെ രൂപപ്പെട്ട് വന്നു എന്നുള്ളതാണ് സത്യം. അത് അച്ഛൻ അതിന്റെ ക്രെഡിറ്റ് മുഴുവൻ അച്ഛൻ തന്നെയാണ്. 32 വർഷമായി. ഇപ്പോഴും ആ പേരിന്റെ ഭാഗമായിട്ട് ഞാൻ ഒരുപാട് പരിപാടികൾ ഇങ്ങനെ പിന്നെ ബന്ധപ്പെടേണ്ടി വന്നു എന്ന് പറഞ്ഞിട്ട് എനിക്ക് അതിയായ സന്തോഷവും അതോടൊപ്പം തന്നെ അച്ഛനോടുള്ള ബഹുമാനം 10 മടങ്ങി ഇരട്ടി ഓരോ വിഷയം വരുന്നിടത്തും ഓരോ പ്രോഗ്രാം വരുന്നിടത്തും അച്ഛനോടുള്ള അത് വളരെ വളരെ വർദ്ധിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ മാഷ പേര് അനശ്വരായിക്കൊണ്ടിരിക്കുകയാണ്. മാഷ പേര് ആ കണ്ണുകൾ ദാനം ചെയ്യാന്നുള്ള വളരെ ഉത്ബുദ്ധമായിട്ടുള്ള പ്രവൃത്തിയിലൂടെ അജയേട്ടൻ ആ പേര് അനശ്വരാക്കിയിരിക്കുകയാണ്. അപ്പോൾ വായനശാലയുടെ ഈ വാർഷികത്തിൽ അജയേട്ടനും കുടുംബവും മറ്റുള്ള ബന്ധുമിത്രാദികളും ഒക്കെ സന്തോഷത്തോടെ പങ്കെടുക്കുമെന്ന് വിചാരിക്കുന്നു. ഇത് തർക്കമില്ലാത്തൊരു കാര്യമല്ലേ? ആത്മനിഷ്ഠമായിട്ട് അതോട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ആശയപരമായി ബന്ധപ്പെട്ട് നിൽക്കുന്നത് കൊണ്ട് തീർച്ചയായിട്ടും ആ പരിപാടിന്റെ എല്ലാ പരിപാടിയിലും ഇന്ന് വരെ പങ്കെടുത്തിട്ടുണ്ട്. ഇനി നാളെ ആ രീതിയിൽ പങ്കെടുക്കുന്നതിന് ഒരു സംശയമില്ല. അതിനായി ബന്ധപ്പെട്ട പ്രവർത്തകർ നേരത്തെ ഇവിടെ വന്നിരുന്നുണ്ട് അടുത്ത്. അവരായിട്ട് ഞാൻ ആ രീതിയിൽ സംസാരിക്കുകയും അതിന് വേണ്ട ആ രീതിയിൽ അവർ ആവശ്യപ്പെട്ട രീതിയിലുള്ള കാര്യങ്ങൾ എന്നാൽ കഴിയുന്ന കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തു കൊടുത്തിട്ടുണ്ട്. ഭാവിയിലും ആ രീതിയിൽ തന്നെ മുന്നോട്ട് പോകണം എന്നുള്ളത് തന്നെയാണ്. ഓക്കെ, താങ്ക് യു അജേട്ടാ. ഓക്കെ.